ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നമുക്കറിയാലോ നമ്മൾ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ ചിലവഴിക്കാറ്. അപ്പൊ ഞാൻ റീസെന്റ് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഞാനിങ്ങനെ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ എന്നെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഡോക്ടർ സൈമൺസ് അക്കാദമി. അപ്പൊ ഞാൻ ഇത് എന്താണ്, അപ്പൊ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി എന്താണ് ഈ സംഭവം എന്നൊന്ന് അറിയാനൊക്കെ എനിക്ക് ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ തോന്നി. സോ ഇന്ന് നമ്മള് ഭയങ്കര ലക്കിയാണ്, കാരണം അതിന്റെ ഫൗണ്ടറായ ഡോക്ടർ ബിന്ദു തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എന്നെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു അനേകായിരം കുട്ടികൾക്കും സ്റ്റുഡൻസിനും ഇത് ഹെൽപ്ഫുൾ ആവുന്ന തോന്നണേ. കാരണം എനിക്കും അത് അറിയാനൊരു ആഗ്രഹം തോന്നിയത് എന്താണ് ഈ സൈമൺസ് അക്കാദമി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാം ചോദിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആളാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ വെൽക്കം ഡോക്ടർ ബിന്ദു. താങ്ക് യു ബെൻസി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം കൊണ്ട് തന്നെ ഞാൻ റീസെന്റ് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 1 year ബാക്ക് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ആക്ടർ മനോജ് കെ ജയന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പുള്ളി ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ പുള്ളി അതിനകത്ത് പറഞ്ഞേക്കണം പുള്ളിയുടെ കുട്ടിക്ക് ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ കറക്റ്റ് ആയിട്ട് അത് ഓർക്കുന്നില്ല. ബട്ട് ആ ഗ്രാമർ സ്കൂൾ അതെന്നെ സ്ട്രൈക്ക് ചെയ്തിട്ട് എന്താ സംഭവം എന്ന് എനിക്ക് അറിയണമെന്നുണ്ടായി. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ആർക്കും നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് അങ്ങനെ അധികം അറിയാത്തൊരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു ഈ ഗ്രാമർ സ്കൂള്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും അതെങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നത്, ഐ മീൻ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസിന് അത് ആപ്റ്റ് ആണോ, അത് ബെനിഫിഷ്യൽ ആണോ എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ഉറപ്പായിട്ടും. അപ്പോൾ ഗ്രാമർ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് സ്കൂൾസ് എന്ന് പറയും. സെലക്റ്റീവ് സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ പറയുന്നുണ്ട്, സ്കൂൾസ് നമ്മളെ സെലക്ട് ചെയ്യാണ്. നമ്മുടെ അക്കാഡമിക് കേപ്പബിലിറ്റി, നമ്മുടെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അക്കാഡമിക് കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് സ്കൂൾസിൻ്റെ കരിക്കുലമായിട്ട് അവർക്ക് എത്രമാത്രം മാച്ചബിൾ സ്കിൽസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. പലപ്പോഴും എല്ലാ കുട്ടികൾക്കും ഗ്രാമർ സ്കൂൾ എക്സാം പറ്റണമെന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ നോമബിൾ റീസണിങ് സ്കിൽസ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ താരതമ്യേന കുറവുള്ള കുട്ടികളുണ്ടാവും, നന്നായിട്ട് നോമബിൾ സ്കിൽസുള്ള കുട്ടികളുണ്ടാവും, വെർബൽ റീസണിങ് സ്കിൽസ് ഉണ്ടാവും, ദെൻ മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതായത് പ്രധാനമായിട്ടും റീസണിങ് സ്കിൽസാണ്, ഇംഗ്ലീഷ്, ഇതെല്ലാത്തിൻ്റെയും കൂടി സമ്മാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു പേരുന്ന് 11+ എക്സാം എന്ന് പറയും. 11+ എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ 11 വയസ്സിന് ശേഷമാണ് കുട്ടികൾക്ക് അഡ്മിഷൻ സ്കൂളിൽ ലഭിക്കുന്നത്. അതിനു ശേഷം കുട്ടികൾ സെക്കൻഡറി സ്കൂളിലോട്ട് പോകുന്നു. പക്ഷേ കുട്ടികൾ എക്സാം എഴുതുന്നത് ഇയർ 5 വെച്ചിട്ട് എഴുതുന്നത്. അതായത് ഇയർ 6 ബിഗിനിങ്ങിലാണ് എക്സാം എഴുതുന്നത്. 1 മാസം കൊണ്ട് റിസൾട്ട് വരും. പിന്നെ 1 വർഷം കൊണ്ട് അവർക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ അഡ്മിഷൻ ലഭ്യമാകുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് പലപ്പോഴും പാരൻസ് കമ്പിൾ ചെയ്യാറുണ്ട്. കാരണം ഇവർ അബ്സല്യൂട്ട്ലി ഫ്രീ എഡ്യൂക്കേഷനാണ് UK ഗ്രാമർ സ്കൂൾസിൽ കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാമർ സ്കൂൾസിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് 1940s 50s സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇവിടെ സയൻറ്റിസ്റ്റ്മാരുടെയും ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒത്തിരി ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി സയൻറ്റിഫിക് ഫീൽഡിൽ ആൾക്കാരെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഗവൺമെൻറ് ഒത്തിരി ഫണ്ട് ചെയ്ത് ഉണ്ടാക്കിയ സ്കൂൾസാണ്. പിന്നീട് ഒത്തിരി ഒരു 1960s ഓൾമോസ്റ്റ് 1/4 ഓഫ് ദ പോപ്പുലേഷൻ, അതായത് 25% ഓഫ് ദ പോപ്പുലേഷൻസും ഗ്രാമർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് വളരെ ലിബറലൈസ്ഡ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഗവൺമെൻറ്റ്സ് പലപ്പോഴും പല റെസ്ട്രിക്ഷൻസ് വെച്ചു. കാരണം ഗവൺമെൻറ്റ്സിന് ഒത്തിരി ഫണ്ടുകൾ കൊടുക്കേണ്ട പേരിൽ പല ലോക്കൽ ഗവൺമെൻറ്റുകളും ഇതിനെ എതിർത്തു. അപ്പോൾ ചില ലോക്കൽ ഗവൺമെൻറ് അത് പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് 3300 സ്കൂൾസുകളിൽ വെറും 166 സ്കൂൾസ് മാത്രമാണ് ഗ്രാമർ സ്കൂൾസ് ഉള്ളത്, ചില കൗണ്ടികളിൽ മാത്രം. കാരണം അത് ഫണ്ടിങ് കുറച്ചും കൂടി കൂടുതൽ വേണം. ഈക്വലൻ്റ് ടു ഒരു പ്രൈവറ്റ് സ്കൂളിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിന് മേലെ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഗ്രാമർ സ്കൂൾസാണ് ഭൂരിഭാഗം സ്കൂൾസും. അപ്പോൾ ഇത് പ്രൈവറ്റ് സ്കൂളിൽ വിടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 15,000 pounds to 35,000 pounds വരെ നമുക്ക് ഒരു വർഷം ചിലവുണ്ട്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് ചാർജിന് ഗവൺമെൻറ്റാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സബ്സിഡൈസ് എന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് ചാർജിനാണ് കൊടുക്കുന്നത്. അവിടുത്തെ എല്ലാ ബുക്കുകൾ പോലും ഗ്രാമർ സ്കൂൾസിൽ അവർ ലഭ്യമാക്കുന്നുണ്ട്. പലപ്പോഴും പാരൻസിനോടൊരു കൺസേൺ എന്ന് വെച്ചാൽ എന്തിനാണ് ഗ്രാമർ സ്കൂൾ വിടുന്നത്, അതുകൊണ്ട് വിട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പല പാരൻസ് ചിന്തിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആണോ, ഞങ്ങൾ വർക്ക് പെർമിറ്റിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് അവൈലബിൾ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അവൈലബിളാണ്. സ്റ്റുഡൻറ്റ് വിസയുടെ ഉള്ള കുട്ടികൾക്കും ഇത് അവൈലബിളാണ്, വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന് അവൈലബിളാണ്. ഈക്വലൻ്റ് ടു ബ്രിട്ടീഷ് സിറ്റിസണിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടോ അതൊക്കെ സ്കൂളിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഈക്വലായിട്ടാണ് അവിടെ ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു കാര്യം വെച്ചാൽ ഗ്രാമർ സ്കൂൾസിൽ ഞാൻ പറഞ്ഞു സെലക്ട് സ്കൂൾസാണ്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളും ഓൾമോസ്റ്റ് സിമിലർ കേപ്പബിലിറ്റി ഉള്ള കുട്ടികളാണ്. അപ്പോൾ പഠിക്കാനൊരു നല്ല എൻവയോൺമെൻറ്റ്, കുറച്ചും കൂടി അക്കാഡമിക്കലി റിഗ്രസ് ആയിട്ടാണ് അവർ കോച്ചിങ് കൊടുക്കുന്നത്. കുറച്ചും കൂടി സ്മോൾ ക്ലാസ് റൂം സൈസാണ്. സ്മോൾ ക്ലാസ് റൂം സൈസ് ആകുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ശ്രദ്ധ കിട്ടും, ടീച്ചേഴ്സിനെ കുറച്ച് ശ്രദ്ധ കിട്ടും. പിന്നെ ട്രഡീഷണൽ കോഴ്സുകൾക്കായിട്ടുള്ള GCSE A ലെവൽ കോഴ്സുകൾ കുറച്ചും കൂടി ഒരു ഫോക്കസ്ഡ് കരിക്കുലമാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് കുറച്ചും കൂടി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഗ്രാമർ സ്കൂളിൽ കിട്ടി എന്ന് കരുതിയിട്ട് കുട്ടിയുടെ ഭാവി സുരക്ഷിതമാണെന്ന് പറയല്ലോ. കാരണം കുട്ടി പഠിച്ചില്ലെങ്കിൽ ഗ്രാമർ സ്കൂളിൽ പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. കാരണം പല പാരൻസും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗ്രാമർ സ്കൂളിൽ കുട്ടി എൻ്റെ കുട്ടി രക്ഷപ്പെടണം, കുട്ടിയുടെ ഭാവി സുനിശ്ചിതമായത് ചിന്തിക്കുന്ന പാരൻസ് ഉണ്ട്. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, ഗ്രാമർ സ്കൂൾ വിട്ടുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക തന്നെ വേണം. കാരണം ഈ UK എന്ന് പറയുന്ന രാജ്യത്ത് ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ്. കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ ആരും ഗ്രാമർ സ്കൂളായാലും ആരും അവിടെ പുഷ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ആ ഇൻട്രസ്റ്റ് എടുത്തേ പറ്റൂ. ഇനി പല പാരൻസ് വേറെ അതർ ഹാൻഡ്, എൻ്റെ കുട്ടിക്ക് ഗ്രാമർ സ്കൂളിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയിട്ടുള്ള വന്നത്, അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഗ്രാമർ സ്കൂൾ എക്സാം എഴുതാൻ പറ്റിയില്ല, ഇപ്പോൾ ആശങ്കപ്പെടുന്ന പാരൻസും ഉണ്ട്. എഗെയിൻ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ഓൾ നമുക്ക് കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നോർമൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടും കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുത്ത് നല്ല മാർക്ക് വാങ്ങിപ്പിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഗ്രാമർ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് കിട്ടുമെന്നോ ഗ്രാമർ സ്കൂളിൽ പഠിക്കാണ്ട് ഇരുന്നു കൊണ്ട് മാർക്ക് കിട്ടില്ല എന്നോ അർത്ഥമില്ല. എഗെയിൻ നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കും. അപ്പോൾ ഇതിനു വേണ്ടി ചില പാരൻസൊക്കെ ഒത്തിരി ദൂരത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ചില സ്കൂൾസിൽ, ചില കൗണ്ടികളിലൊന്നും ഗ്രാമർ സ്കൂൾസ് ഇല്ല. ഫോർ എക്സാമ്പിൾ നോർത്ത് ഈസ്റ്റേൺ ഇംഗ്ലണ്ടിൽ ഗ്രാമർ സ്കൂൾസ് ഇല്ല. അപ്പോൾ കുറച്ചും കൂടി പാക്കറ്റ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിലാണ് ഗ്രാമർ സ്കൂൾ കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ കെൻറ്റ് ഭാഗത്തും ഏകദേശം 32ഓളം ഗ്രാമർ സ്കൂൾ കെൻറ്റ് ഭാഗത്തുണ്ട്. ലിങ്കൺ ഷെയർ, ബക്കിംഗ്ഹാം ഷെയർ ഉണ്ട്. ദെൻ മാഞ്ചസ്റ്റർ ട്രഫോർഡ് റീജിയനിൽ ഓൾമോസ്റ്റ് 7 ഗ്രാമർ സ്കൂൾസ് ഉണ്ട്. വിരാളിൽ 6 ഗ്രാമർ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ ചില ഏരിയകളിൽ മാത്രമാണ് ഇത് ഗ്രാമർ സ്കൂൾസ് ഉള്ളത്. അപ്പോൾ പലപ്പോഴും റിസ്ക് എടുത്ത് പാരൻസ് അവിടെ നിന്ന് ഓൾ ദ വേ വരും. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പാരൻസ് നമ്മുടെ കുട്ടിക്ക് ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. കാരണം തുമ്പിനെ കൊണ്ട് കല്ല് ഇടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ. മറ്റേ അയൽക്കത്തെ കുട്ടി ഗ്രാമർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടി പഠിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് എൻ്റെ ഒരു വാദഗതി. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ കേപ്പബിലിറ്റി പാരൻസിനല്ലേ കൂടുതൽ അറിയുന്നത്. അപ്പോൾ കുട്ടിക്ക് തന്നെ സ്കില്ലുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ അക്കാഡമിയിൽ ഒരു ഫ്രീ അസസ്മെൻറ്റ് നടത്തും. കുട്ടികൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, നമ്മളൊരു ഓവറോൾ ഫീൽ കൊടുക്കും. വെർബൽ റീസണിങ്, നോൺ വെർബൽ റീസണിങ്, ഇംഗ്ലീഷ്, മാത്സ് എല്ലാത്തിൻ്റെ ഒരു ബേസിക് ലെവലിൽ ടെസ്റ്റ് നടത്തും. അപ്പോൾ നമ്മൾ പാരൻസിനോട് ഓപ്പൺ ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, കുട്ടികൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ. അപ്പോൾ നമ്മൾ 100% കുട്ടികൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ എങ്കിൽ തന്നെ അവർ ഏകദേശം പെർഫോം ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്ക് ഏകദേശം ബേസ്ഡ് ഓൺ അവർ എക്സ്പീരിയൻസ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പാരൻസ് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ സ്കൂൾ കിട്ടിയില്ല, അത് എൻഡ് ഓഫ് ദ വേൾഡ് അല്ല. കുട്ടികൾക്ക് വളരാണ്ട് എത്രയോ അവസരങ്ങൾ UK-ലുണ്ട്. അപ്പോൾ കിട്ടിയാൽ നല്ലത്, ഒബ്വിയസ്ലി നമ്മൾ ആ പ്രാക്ടീസ് കൊടുക്കണം. പക്ഷേ കുട്ടികളെ പുഷ് ചെയ്ത് ഗ്രാമർ സ്കൂളിൽ അയക്കുന്നതിൽ പേഴ്സണലി എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ ക്യാച്ച്മെൻറ്റ് ഏരിയാസ് നോക്കാം. ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഓരോ സ്കൂൾസിനും ഓരോ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിങ്ങളുടെ കുട്ടികൾ ഉണ്ടോ എന്ന് നോക്കാം. ക്യാച്ച്മെൻറ്റ് ഏരിയാസ് എടുക്കാത്ത ചില സ്കൂൾസ് ഉണ്ട്. അപ്പം നല്ല ഔട്ട്സ്റ്റാൻഡിങ് സ്കൂൾസൊന്നും ക്യാച്ച്മെൻറ്റ് ഏരിയ നോക്കാറില്ല. അവർക്ക് കുറച്ചും കൂടി അക്കാഡമിക് കേപ്പബിലിറ്റീസ് കൂട്ടാനായിട്ട് അവർക്ക് മാർക്കുള്ള കുട്ടികളെ മാത്രമാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾസും ഉണ്ട്. പിന്നെ UK-ലെ ഏത് ഗ്രാമർ സ്കൂൾസിൽ എഴുതാം. ഇതിൻ്റെ അനദർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിന് സെറ്റ് ഓഫ് കരിക്കുലം ഇല്ല. ഇതിന് ഓരോ സ്കൂൾസിൽ നിന്നും മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ കരിക്കുലം. ചില സ്കൂൾസിൽ നോൺ വെർബൽ റീസണിങ് ഉണ്ട്, ചിലത് വെർബൽ ഉണ്ട്, ചിലത് മാത്സ് ഉണ്ട്, ചിലതിനകത്ത് ഇംഗ്ലീഷുണ്ട്. 3 മിനിമമാണ്. അപ്പോൾ സ്കൂൾസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കരിക്കുലം ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഇത് പല ബോർഡുകൾ ഇപ്പോൾ മിക്കവാറും ഗ്രാമർ സ്കൂൾസ് ഫോളോ ചെയ്യുന്ന ബോർഡ് GL ബോർഡാണ്. അപ്പോൾ GL ബോർഡ് സ്കൂൾസിൻ്റെ റാങ്കിങ് അനുസരിച്ച് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാമർ സ്കൂൾസായിട്ടോ ഇങ്ങനെ കോച്ചിങ് കൊടുക്കുന്ന സെൻറ്റേഴ്സായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഗ്രാമർ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ അസസ്മെൻറ്റ് വേണമെങ്കിലോ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ ആണെങ്കിലോ സ്കൂൾസിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ അറിയണമെങ്കിലോ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. വി ആർ മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ്. നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വിശദമായ എല്ലാ വിവരങ്ങളും നമ്മൾ നൽകുന്നതാണ്. താങ്ക് യു.